ആന്റി എന്താ ഒന്നും പറയാത്തെ? അമ്മേ, അമ്മ സമ്മതിച്ചാലേ ആദര ഇതിനെ സമ്മതിക്കുള്ളൂ. ഞാനത് സമ്മതിക്കാൻ? എന്താണ് ഇവളുമാര് കിടന്ന് ചുറ്റി കളിക്കുന്നേ? അമ്മ ഏതാ മുതലാളി പറഞ്ഞ കാര്യം? നീ ഇവിടുന്ന് പോയത് ജോലിക്കാണോ അതോ അഭിനയിക്കാനാണോ? അഭിനയിച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? നാളെ ആതിര ഒരു വലിയ നടിയാവില്ലെന്ന് ആര് കണ്ടു? ഓ, വേറെ വലിയ നടിമാരെയൊക്കെ വെച്ച് പരസ്യം ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ലോ ആ മുതലാളി ആതിരയോട് പറഞ്ഞത്. ആതിരയ്ക്ക് അതിനുള്ള സൗന്ദര്യവും കഴിവും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ. ആ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. സച്ചി വരുമല്ലോ, അവനോട് ചോദിക്കേ. എന്നിട്ട് അവനെന്താ പറയുന്നത് അതുപോലെ അങ്ങ് ചെയ്യേ. സച്ചിയേട്ട സമ്മതിച്ച ആന്റി സമ്മതിക്കല്ലോ. സമ്മതിക്കുന്നില്ലേ അമ്മ ഇപ്പൊ പറഞ്ഞേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? അവന്റെ അഭിപ്രായം ചോദിക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സച്ചിയേട്ട സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ സമ്മതിക്കുന്നു. നിന്നോടാരാ പറഞ്ഞേ? നിന്നോടാര് പറഞ്ഞു പരസ്യത്തിൽ അഭിനയിക്കാൻ സമ്മതിക്കാൻ? അയ്യോ ഏട്ടാ, അതിന് ആതിര സമ്മതിച്ചിട്ടൊന്നുമില്ല. നിന്നോട് ചോദിച്ചോ? തലയിരിക്കുമ്പോ വാലാടണ്ട, മനസ്സിലായോ? എന്നെ തല തന്നെ പറ, ആതിര പരസ്യത്തിൽ അഭിനയിക്കണോ വേണ്ടയോ? നിനക്കിപ്പോ പരസ്യത്തിൽ അഭിനയിക്കണോടി? ചോദിച്ച കേട്ടില്ലേ? നിനക്ക് പരസ്യത്തിൽ അഭിനയിക്കണോന്ന്? ഏട്ടന് സമ്മതമാണെങ്കിൽ. അല്ല, എനിക്ക് സമ്മതമല്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. നിനക്കിഷ്ടമാണെങ്കിൽ നീ അഭിനയിച്ചോ. സത്യം? അപ്പോ ഏട്ടന് ആതിര അഭിനയിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല? അഭിനയിച്ചോളാം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന്. ഏട്ടൻ നമ്മുടെ ചങ്കല്ലേ. കാന്താരി, എന്നാ പിന്നെ സൂപ്പർ സ്റ്റാറിങ് വന്നേ. വാ, കണ്ടില്ലേ? അവക്ക് ഇഷ്ടമാണെങ്കിൽ അഭിനയിക്കട്ടമ്മേ. ഈ വീട്ടിലെ പഴയ കളിയും ചിരിയും എല്ലാം തിരിച്ചു വരട്ടെ. അതൊക്കെ നല്ലത് തന്നെയാ. അമ്മയ്ക്ക് സന്തോഷം മോനെ. അപ്പോഴും നെഞ്ചിലെ കനലണയുന്നില്ലല്ലോ മോനെ. സന്ദീപിന്റെ കാര്യം, അവനെക്കുറിച്ച് ആലോചിക്കുമ്പം എനിക്കൊരു മനസ്സമാധാനമില്ല മോനെ. സാക്ഷി പറയാൻ കോടതിയിൽ അവൻ വന്നില്ല. മര്യാദയ്ക്ക് സന്ദീപ് എവിടെ ഉണ്ടെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. അവനെ കാണാതായിട്ട് 2 ദിവസമായി. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നെ? എന്താ മോനെ? ഏയ്, ഒന്നുമില്ലമ്മേ. അമ്മ വിഷമിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം.